മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. അഷ്ടമിച്ചിറയിലെ നീതി മെഡിക്കൽ ഷോപ്പിനെതിരെ കുടുംബത്തിന്റെ പരാതി. കൊടുങ്ങല്ലൂരിൽ തകൃതോണത്തിന് 2ാം ദിനവും ആവേശത്തുടക്കം. 2ാം ദിനത്തെ സാംസ്കാരികോത്സവം ജൻസിയുടെ വർണ്ണശബളമായി ആഘോഷിച്ചു. ഗുരുവായൂരിൽ വീടിനുള്ളിലെ അടുക്കളയിൽ നിന്നും മൂർഖം പാമ്പിനെ പിടികൂടി. വെള്ളക്കാട് സ്വദേശി ഷെരീഫിന്റെ വീടിനുള്ളിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. അഷ്ടമിച്ചിറയിലെ നീതി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം മറ്റൊരു മരുന്ന് നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി പരാതി. മാനാത്ത് വീട്ടിൽ മനു അദ്രിക ദമ്പതികളുടെ മകൾ ത്രുയിതയാണ് എറണാകുളം അമൃത ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് ഡോക്ടറെ വീട്ടിലെത്തി കാണിച്ച ശേഷം ലഭിച്ച പ്രിസ്ക്രിപ്ഷനുമായാണ് മനു അഷ്ടമിച്ചിറയിലെ മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ ഷോപ്പിൽ എത്തിയത്. ഡോക്ടർ നിർദ്ദേശിച്ച പ്രൊബയോട്ടിക് മരുന്നായ ടഫ്പ്രോയ്ക്ക് പകരം ബഡേസൽ 0.5 mg റെസ്പ്യൂൾസ് നൽകിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. നെബുലൈസർ വഴി ഉപയോഗിക്കുന്ന മരുന്നാണ് ജീവനക്കാരി നൽകിയതെന്നും മരുന്നിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇത് വായിലൂടെ കഴിക്കാനുള്ളതാണെന്ന് ജീവനക്കാരി ഉറപ്പു നൽകിയതായും മനു ആരോപിക്കുന്നു. തുടർന്ന് മരുന്ന് കുഞ്ഞിന് നൽകിയതിന് പിന്നാലെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായെന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞ് നിർത്താതെ കരയുകയും ശരീരം വിറയ്ക്കുകയും ചെയ്തതോടെ മാളയിലെ ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചതായും ശരീരം വിറച്ചിരുന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടനില തരണം ചെയ്തെങ്കിലും കുഞ്ഞ് നിലവിൽ ICUവിൽ ചികിത്സയിലാണ്. സമയബന്ധിതമായി വിദഗ്ധ ചികിത്സ ലഭിച്ചതാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് പിതാവ് മനു പറഞ്ഞു. അതേസമയം സംഭവത്തിൽ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ സംരക്ഷിക്കാൻ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർ തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും മനു ആരോപിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂരിൽ തകൃതോണത്തിന് 2ാം ദിനവും ആവേശത്തുടക്കം. 2ാം ദിനത്തെ സാംസ്കാരികോത്സവം ജൻസിയുടെ വർണ്ണശബളമായി ആഘോഷിച്ചു. റോഡ് വികസനത്തിന് നിർണായക പ്രഖ്യാപനവുമായി ഉദ്ഘാടകനായി എത്തിയ ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ കയ്യടി ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂരിൽ തകൃതോണത്തിന്റെ 2ാം ദിനം സാംസ്കാരികോത്സവം ജൻസിയുടെ വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏതായാലും കൊടുങ്ങല്ലൂരിന് പ്രത്യേക പരിഗണന ഉണ്ടാവും. അതുപോലെ കളമശ്ശേരിക്കും ഒരു പ്രത്യേക പരിഗണന സ്പോർട്സിന്റെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. കാരണം കുഴൂർ പഞ്ചായത്തല്ലേ, കുഴൂർ പഞ്ചായത്ത്, അവിടെ നിന്നൊരു പാലം അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രൊപ്പോസൽ ഉണ്ട്, അങ്ങോട്ട് പോണതാൽ ഞങ്ങളുടെ കുന്നുകര പഞ്ചായത്തിലെ കുത്തിയതോടായി എന്ന് പറഞ്ഞാൽ കളമശ്ശേരി നിയോജക മണ്ഡലമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ആളുകളാണ്. തൊട്ടപ്പുറത്ത് പറവൂര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, ഇവിടുന്ന് അപ്പുറത്തേക്ക് അങ്കമാലിയിൽ റോജി M ജോണുണ്ട്. അപ്പോൾ 4 മന്ത്രിമാർ ഇങ്ങനെ അടുത്തടുത്ത് ഉള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ ഗുണം കൊടുങ്ങല്ലൂരിനും കളമശ്ശേരിക്കും അങ്കമാലിക്കുമൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിൽ താറുമാറായി കിടക്കുന്ന കൂടുതൽ റോഡുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഉൾപ്പെടുത്തി നവീകരിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂർ ജനതയ്ക്കുള്ള ഓണസമ്മാനമാണ് മന്ത്രി പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായി. രമേശ് പിഷാരടി MLA മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വിദേശ ബിസിനസ് മേധാവി CP സാലിഹിനെ മന്ത്രി VE അബ്ദുൽ ഗഫൂർ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. PD ജോസ്, EV സജീവ്, TM നാസർ തുടങ്ങിയവരും വിവിധ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബാങ്ക് പ്രസിഡന്റുമാർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് നടന്ന സൈനോര ടീമിന്റെ സംഗീത വിരുന്ന് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക രാവിന് ആവേശം പകർന്നു. സംഗീതത്തിന്റെ താളത്തിൽ തകൃതോത്സവത്തിന്റെ 2ാം ദിനവും കൊടുങ്ങല്ലൂർ ആഘോഷമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള അഷ്ടമിച്ചിറ മാരേക്കാട് ഭാഗത്ത് മോഷണത്തിനെത്തിയെന്ന് സംശയിക്കുന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി.
ബാഗിൽ നിന്ന് സ്ക്രൂ ഡ്രൈവറും മാസ്കും ഗ്ലൗസും ഉൾപ്പെടെയുള്ള മോഷണോപകരണങ്ങൾ കണ്ടെത്തി. മാള അഷ്ടമിച്ചിറ മാരേക്കാട് ഭാഗത്ത് സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെത്തിയയാളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. എറണാകുളം വെണ്ണല ചള്ളിക്കവട്ടം സ്വദേശിയായ കൊച്ചാപ്പള്ളിപ്പറമ്പിൽ ജോൺ അഥവാ കീഹോൾ ജോൺ ആണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30-ഓടെയാണ് സംഭവം. ബാഗുമായി സംശയാസ്പദമായി നടന്നു പോവുകയായിരുന്ന ജോണിനെ പ്രദേശവാസികൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ മറുപടി നൽകുകയും പരിഭ്രമം പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ബാഗിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ, മാസ്ക്, ഗ്ലൗസ് എന്നിവ ഉൾപ്പെടെയുള്ള മോഷണോപകരണങ്ങൾ കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി ജോണിനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കീഹോൾ ജോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾക്ക് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളുണ്ടെന്ന് വ്യക്തമായത്. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മീഡിയ ടൈം മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗുരുവായൂരിൽ വീടിനുള്ളിലെ അടുക്കളയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. വെള്ളക്കാട് സ്വദേശി ഷെരീഫിന്റെ വീടിനുള്ളിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. അടുക്കളയിൽ പാമ്പിന്റെ പടം ഊരിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിവിൽ ഡിഫൻസ് സേനാംഗം ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. മൂർഖൻ പാമ്പിന് ഏകദേശം 4 അടി നീളമുണ്ട്. പാമ്പിനെ എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ഇരിങ്ങാലക്കുട രൂപതതല വടംവലി മത്സരം അന്നമനട കുമ്പിടിയിൽ നടന്നു. കുമ്പിടി ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നടന്ന മത്സരം ഫാദർ ആൻഡ്രു ആലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ ഇന്നത്തെ ഈ മത്സരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അതുപോലെ ആശംസകൾ നേരുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലുള്ള വ്യത്യസ്ത ഇടവുകളിൽ നിന്നും ഇവിടെ മത്സരത്തിനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ ടീമംഗങ്ങൾക്കും ആശംസകൾ നേരുന്നു. നല്ലൊരു വിജയം നേടാൻ എല്ലാ ടീമംഗങ്ങൾക്കും സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കുമ്പിടി ഇടവകയിലെ CLC അംഗങ്ങൾ ഏറെ നാളത്തെ പരിശ്രമത്തിന് ഫലമായി മനോഹരമായ ഈ ഒരു വടംവലി മത്സരം ഇവിടെ നിന്ന് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഇതിന് കൺവീനറായിരിക്കുന്ന അനസ്തലിനും മറ്റ് CLC ഭാരവാഹികൾക്കും ഏവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും. ഫാദർ ജോസഫ് കിഴക്കുന്തല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സിമി സന്തോഷ്, അനു ബിജു കാച്ചപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു കുടിലിങ്കൽ, ജോഷി കല്ലേലി, സിജു വെമ്പിൽ, സാമുവൽ ജോയ് എന്നിവർ സംസാരിച്ചു. 17 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. KCYM പഴൂക്കര മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. മനസ്സിലാതെ പൂർത്തേശ്ശേരി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മടത്തുംപടി ശാഖയുടെ വാർഷിക പൊതുയോഗവും കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് യോഗവും നടന്നു. മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് P. ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർന്ന് അവന് പഠിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിനെല്ലാത്തിലുപരി ഒരു അയ്യപ്പ ഭക്തനായ പ്രഹ്ലാദന്റെ കുടുംബത്തിനും ആ അയ്യപ്പന്റെ സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം നിറഞ്ഞാടുന്നതിന്റെ തെളിവാണ് ആ മോൻ ഇങ്ങനെ തിളങ്ങി നിന്ന് നമ്മുടെ അഭിമാനമായി മാറിയത്. ശാഖാ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ശ്രീദേവ് സ്വാമി, വിസ്മയ സുനിൽ, മനോജ് കളരിക്കൽ, CV സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സിൽ ഫസ്റ്റ് റാങ്ക് നേടിയ പ്രഹ്ലാദ് കുമാർ ബാബു, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണത്തിന് നിറം പകരാൻ ചെണ്ടുമല്ലി വിളവെടുപ്പ്. ചന്ദ്രപ്പനി തേവർക്കാട്ടിൽ രമേശിന്റെ കൃഷിയിടത്തിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുവീഷ് അധ്യക്ഷത വഹിച്ചു.
രമേശും കുടുംബവും വിവിധ ദിനം കൃഷികൾ നടത്തി മാതൃകയാവുന്നവരാണ്. കയ്പമംഗലം പുത്തൻപള്ളി മഹലിൽ നവദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള മിലാദ് എക്സ്പോയ്ക്ക് തുടക്കമായി. ഇസ്ലാമിക ചരിത്രവും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത സന്ദേശങ്ങളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹൽ പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മഹൽ ട്രഷറർ KS ഉമർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ്, പ്രോഗ്രാം കൺവീനർ ഷാജി മതിലകത്ത് വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. അഷ്ടമിച്ചിറയിലെ നീതി മെഡിക്കൽ ഷോപ്പിനെതിരെ കുടുംബത്തിന്റെ പരാതി. കൊടുങ്ങല്ലൂരിൽ തകൃതോണത്തിന് 2ാം ദിനവും ആവേശത്തുടക്കം. 2ാം ദിനത്തെ സാംസ്കാരികോത്സവം ജൻസിയുടെ വർണ്ണശബളമായി ആഘോഷിച്ചു. ഗുരുവായൂരിൽ വീടിനുള്ളിലെ അടുക്കളയിൽ നിന്നും മൂർഖം പാമ്പിനെ പിടികൂടി. വെള്ളക്കാട് സ്വദേശി ഷെരീഫിന്റെ വീടിനുള്ളിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.